അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ നാല് വാക്യങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുർആനിൽ പെട്ടതാ. ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഈ വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവയാണ്, അവ ഖുർആനിൽ പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 4 ദിക്റുകളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, ഈ 4 വാചകങ്ങൾ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ് ഉണ്ടോ ഖുർആനി? മുസമ്മിൽ ഉസ്താദ് പോയില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കാമായിരുന്നു. ഖുർആനിൽ സുബ്ഹാൻ എത്ര പ്രാവശ്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ റഫീഖേ? അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടുണ്ടോ ഖുർആനി? ഇത്തിരി മുമ്പ് ആയിരുന്നെങ്കിൽ നിന്റെ കാര്യം പറയായിരുന്നു. അല്ലാഹു അക്ബർ ഖുർആനിലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആനിലുണ്ടോ? അപ്പൊ ഈ 4 വാചകങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാ. നാസറണ്ണ നോക്കണ്ട, അവന്റെ അത്താടുത്ത അമ്മാടുത്ത അവന്റെ കല്യാണം കാര്യം കൂടെ പറ, നിങ്ങൾ കുടുംബക്കാരൊക്കെ ഉണ്ടായിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അവ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞേക്കരുത് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഞാൻ എവിടെയോ നമ്മുടെ ഒരു സുഹൃത്തിന് എൻ്റെ കൂടെ മുസ്ലിയാരങ്ങാടിയിലുള്ളതാ, റൌഫില്ലേ, റൌഫ് എന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ സദസ്സിൽ വെച്ച് എൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരനെ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചോനെ നല്ലൊരു സാലിഹത്തായ പെണ്ണിനെ കൊടുക്കണേ അല്ലാ. അവന്റെ വാപ്പാട് താര പോയി പറഞ്ഞു കൊടുത്തു, മോൻ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് പെണ്ണ് കിട്ടാൻ വേണ്ടി. ഇപ്പൊ എന്തായാലും കല്യാണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പെട്ടതാണ് ഈ 4 വാചകങ്ങൾ. അവയിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും യാതൊരു പ്രശ്നവുമില്ല. ഇനി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും, ഇതെങ്ങനെ പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 4 വാചകമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ പ്രതിഫലം, ഇത് ഖുർആൻ പറഞ്ഞ വാചകമാണ്, ഇത് അല്ലാഹുവിന്റെ ഖുർആനിലുള്ള വാചകമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഖുർആനിൽ പറഞ്ഞ ദിക്റുകൾ, അത് പറയുന്നതിന് വലിയ പ്രതിഫലമുണ്ടല്ലോ. ഖുർആനിന്റെ ആയത്തുകൾ ഓതുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രതിഫലമുണ്ടല്ലോ. അതിന്റെ പ്രതിഫലം പറഞ്ഞു തരാതെ അറിയുമല്ലോ. ആ ഖുർആനിലെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ടല്ലോ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല വാചകങ്ങളാണ് ഈ 4 വാചകങ്ങൾ, ഏറ്റവും നല്ല വാക്യങ്ങളാണ്.